ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് പാവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. 2 പാവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക്, 3-4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഉള്ളു. ഇതെല്ലാം വെച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പാവയ്ക്ക നമുക്ക് റൗണ്ടിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഇത്തിരി കട്ടിയില്ലാതെ നൈസായിട്ട് റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞെടുക്കാം. അരിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും കുറേ കയ്പ്പൊക്കെയാണ് മാറും കേട്ടോ. പാവയ്ക്ക ഞാൻ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് അരപ്പ് വരട്ടി വറുക്കാം. പാവയ്ക്ക ഞാൻ ഉപ്പ് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ തൈര്, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് വരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം. പാവയ്ക്ക വറുക്കാനുള്ള പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇത് ചുമക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഈ പദം. ഒന്ന് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള, 2 സവാള, ഇടത്തരം സവാള ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. മൂത്ത് വരട്ടെ. സവാളയും മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടിടാം. ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ആദ്യം ഇട്ട് പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റാം. ഉണ്ടോ?
വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി വറുത്തത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യും. തേങ്ങാക്കൊത്ത് വറുത്തത്, നമ്മുടെ വെറൈറ്റി പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.